ഹലോ, ആലീസിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് സദ്യകളിലൊക്കെ പ്രധാനപ്പെട്ട കുറേ കറികളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ. അതിൽ ഒരു കറിയായ ഓലൻ. ആ ഓലൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വരും. ഇതാ നമ്മൾ ഈ ഓലന് വേണ്ടിയിട്ട് കുമ്പളങ്ങ ആണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇത് കണ്ടോ, നമ്മൾ ഒരു 9 പച്ചമുളക്. ഈ കുമ്പളങ്ങ എന്ന് പറയുന്നത് ഒരു 3/4 കിലോ തൂക്കമുള്ള കുമ്പളങ്ങയായിരുന്നു. കനം കുറച്ച് ഇതാ ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഈ പച്ചമുളകും ചേർത്ത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഞാൻ കുമ്പളങ്ങ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. അതിലോട്ട് പച്ചമുളക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന ഇത് കണ്ടോ, ഇത് ഞാൻ രണ്ടായിട്ട് വിടിയിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഈ പച്ചമുളക് ഇടുന്നത് അവനവൻ്റെ ആവശ്യത്തിന്. ഓരോരുത്തർക്കും എരിവ് ഓരോ തരത്തിലാണല്ലോ. കൂടുതൽ എരിവ് വേണ്ടവരുണ്ട്, കുറച്ച് എരിവ് വേണ്ടവരുണ്ട്. അവനവൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ഞാൻ തേങ്ങാപ്പാൽ എന്താ തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് അത് ഒഴിച്ചു കൊടുക്കുന്നു. അത് കുറച്ച് ഒഴിച്ചു കൊടുത്തു. കുമ്പളങ്ങയല്ലേ, അതിൽ വെള്ളമുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടും. കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് നീണ്ടുപോകും ചാറ്, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ അടുത്തിരിക്കുന്ന സോൾട്ട് എന്ന് പറയുന്നത് പിങ്ക് സോൾട്ട് ആയതുകൊണ്ട് കളർ ചേഞ്ച് വരും ഓലന്. അതുകൊണ്ട് ഞാൻ കല്ലുപ്പ് കലക്കി നീരാക്കി വെച്ച അത് സ്വല്പം ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമുക്കിത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് അടുപ്പ് കത്തിച്ച് അടുപ്പിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നു. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഉപ്പും ഈ മുളകും ഒക്കെ ചേർത്തതല്ലേ, അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇതിനി ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിവിടെ ഇരുന്ന് തിളച്ച് വെന്ത് വരട്ടെ. ഈ ഓലന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് വൻപയർ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് പുഴുങ്ങി വെച്ചിരിക്കുന്നു. ഉപ്പ് ചേർത്തതാണ്, ഇത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മൾ അടുപ്പിലോട്ട് വെച്ചതേ ഉള്ളൂ. ഇതിൽ കറിവേപ്പില ഇട്ടില്ലായിരുന്നു. നമ്മൾ ഇതിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. എല്ലാം കൂടെ ഒന്ന് ഇളക്കാം. എല്ലാം കൂടി ഇരുന്ന് നന്നായിട്ട് വേവട്ടെ. നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട്, ഓലനുള്ള കുമ്പളങ്ങ നന്നായിട്ട് തിളച്ചു. അതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി ഇതിനെ മൂടി വെച്ച് ഒരു കുറച്ച് സമയം കൂടി ഒന്ന് വേവട്ടെ. നമ്മുടെ കുമ്പളങ്ങ ഇവിടെ നന്നായിട്ട് വെന്തു. ആവശ്യത്തിന് ചാറൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ നന്നായിട്ട് വേവണം ഓലൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാല്, തേങ്ങയുടെ 1ാം പാല്, കട്ടിപ്പാല് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുവാണേ. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമ്മുടെ തേങ്ങയുടെ 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറുണ്ടല്ലോ, അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ആവശ്യത്തിന്. നോക്കാം. ഇതേ കൂടി പോകും തോന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇത്രയും മതി. അധികം നമ്മൾ ചൂടാക്കുന്നില്ല. ജസ്റ്റ് തേങ്ങാപ്പാലും ഇതും കൂടി ഒന്ന് നന്നായിട്ട് തിളയ്ക്കേണ്ട. ചെറിയൊരു തിള വരുമ്പോൾ ഞാനിത് ഓഫ് ചെയ്യും. അല്ലെങ്കിൽ ആ വൻപയറിൻ്റെ കളറെല്ലാം കൂടി ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓലൻ്റെ ആ വൈറ്റ് കളറ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ കറി ഓലൻ ഇവിടെ ചെറിയ ഒരു തിളയൊക്കെ വന്നു മതി. ഞാനിത് ഓഫ് ചെയ്യാൻ പോവാ കേട്ടോ. ഓഫ് ചെയ്തു. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി പച്ച കറിവേപ്പില നമ്മൾ ലാസ്റ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നു. അതെല്ലാം കൂടെ ഇളക്കി ഇനി നമുക്കിത് ഉപ്പുണ്ടോ എരിവുണ്ടോ എല്ലാം ഒന്ന് നോക്കാം. എല്ലാം പാകത്തിനുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇതാ നമ്മുടെ ഓലൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയി. നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഓലൻ നമ്മൾ സെർവിങ് ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വൻപയറിൻ്റെ കളറ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിൻ്റെ കളറ് സ്വല്പം ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. എങ്കിലും വളരെ ടേസ്റ്റിയാണ്. ഞാനിത് ടേസ്റ്റ് ചെയ്തു. ഉപ്പൊക്കെ നന്നായിട്ടുണ്ട്. എരിവും എല്ലാം ആവശ്യത്തിനാണ്. എനിക്ക് സദ്യയുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.